ഐറ്റം പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്തോ അറിയില്ല. അപ്പോൾ ഇതേ ഞാൻ ഇന്നലെ 2 ഐറ്റം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഒന്ന് വ്ളാത്താങ്കര ചീരയും പിന്നെ തൊണ്ടൻമുളകും. ഈ 2 ഐറ്റം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ വെള്ളമെന്ന് പറയുന്നത് അലോവേര ജെല്ല് ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വിത്തിനെ ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് മണലും ചകിരിച്ചോറും കൂടെ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയും ഇടാം. ഞാനിത് എടുത്തു ഈ 2 ഐറ്റം. എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിത്ത് ഞാൻ ഇതിലേക്ക് പാകയാണ് കേട്ടോ. അപ്പോൾ ഈ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞാറമുള്ള ചെറിയ പോട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിലാവുമ്പോൾ അധികം മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്ന സാധാരണ പോട്ടാണ് നമുക്കുള്ള. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഇത് ഒരുമിച്ച് ഇങ്ങനെ കൂടായിട്ട് ഇങ്ങനെ തട്ടിയായിരിക്കും വളരുന്നത് എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാത്ത പോട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ മീതെ കുറച്ചുകൂടെ മണ്ണിട്ടിട്ട് വേറെ ഒന്നുമില്ല, അലോവേര ജെല്ലിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുൾ വീഡിയോയിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് തൊണ്ടൻമുളകാണ്. അത് ഇതിൽ പാകിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഈ 2 ബോട്ടിലിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ അന്ന് തക്കാളി ഇത് പിടിക്കില്ല എന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ പച്ചക്കറി കടയിലുള്ള തക്കാളിയുടെ വിത്തായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് പാകിയതാണ്. പക്ഷെ അതിൽ മുള വരുന്നുണ്ട് കേട്ടോ. ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വലുതായിട്ട് ശ്രദ്ധിക്കാതെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിലും സീഡ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ടൊക്കെ ഇതേപോലെ പച്ചക്കറികൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.